മഹാന്മാരായ പണ്ഡിതന്മാർ അവർ ഇസ്സത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ അതേ രക്ഷിതാക്കൾക്ക് തോന്നുന്നു എൻ്റെ മകനും ഒരു ഹാഫിളാകണം, എൻ്റെ മകളും ഒരു ഹാഫിളത്താകണം, അതെ എൻ്റെ മകനും ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങണം, എൻ്റെ മകനും ഒരു ആലിമാകണം. അങ്ങനെ ചിന്ത വരുന്നത് നല്ല ചിന്തയല്ലേ? പക്ഷേ അങ്ങനെ നല്ല ആഗ്രഹത്തോടെ വന്ന മുതഅല്ലിമ്, ആ മുതഅല്ലിമ് അതാ ഒരു മാസം കഴിഞ്ഞ് ലീവ് വന്നപ്പോ 2 ദിവസത്തേക്ക് നാട്ടിലെത്തിയപ്പോൾ അവന്റെ നേരത്തെ കൂട്ടുകാരെ കണ്ടു. ആ കൂട്ടുകാര് ചോദിക്കുന്ന, എല്ലടോ നീ തലയെക്കെട്ടും കെട്ടിയിട്ട് എത്ര കാലാ നടക്കുക, നിനക്കെവിടെയാ എന്താ കിട്ടുക, നിനക്കറിഞ്ഞൂടെ ഇവിടുത്തെ മദ്രസയിലെ ഉസ്താദിന് എത്രയാ ശമ്പളം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്റെ മുതഅല്ലിമീങ്ങളെ, ശമ്പളത്തിന് വേണ്ടി അല്ലല്ലോ നമ്മൾ ഇൽമു പഠിക്കുന്നത്. ഇൽമു പഠിക്കുന്നത് സ്വർഗം കിട്ടാനല്ലേ? അതേ മൻസലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന എന്ന ഹദീസ് തുടക്കത്തിൽ സുൽത്താനുൽ ഉസ്താദ് അവറുകൾ ഇവിടെ നിന്ന് ഓതിയില്ലേ? ഇൽമു പഠിക്കുന്നത് സ്വർഗം കിട്ടാനല്ലേ? ആ സ്വർഗം വാങ്ങിത്തരാൻ ആർക്ക് കഴിയും ഇവിടെ? അല്ലാഹു തആല തരുന്ന സ്വർഗം വാങ്ങിത്തരാൻ ആർക്ക് കഴിയും ഇവിടെ? ഇൽമിന്റെ വഴിയിലേക്ക് കടന്ന മുതഅല്ലിമീങ്ങളെ, നിങ്ങളെ വഴിതിരിക്കാൻ വേണ്ടി പിശാച് പലരെയും രംഗത്തോട്ട് വരും. ഒരുപക്ഷേ നിങ്ങളെ കൂടെ SSLCയിൽ പഠിച്ചവനായിരിക്കും, ചിലപ്പോൾ നിന്റെ കുടുംബക്കാരനായിരിക്കും, ചിലപ്പോൾ നിന്റെ അയൽവാസിയായിരിക്കും, ചിലപ്പോൾ നിന്റെ കൂടെ പഠിച്ചവനായിരിക്കും. അവിടെയെല്ലാം ഈ ആയത്ത് നല്ല ഓർമ്മ വേണം. അതേ ആരാണെങ്കിലും ശരി, ഫഹ്ദറൂഹും, അവരെ സൂക്ഷിക്കണേ. നമ്മളെ സ്വർഗത്തിന്റെ വഴിയിൽ നിന്ന് വഴിതിരിക്കുന്നവരെ ഒരിക്കലും വഴിപ്പെട്ടു പോകരുതേ.